2025 ജൂലൈ 5 പുലർച്ചെ 4 മണിക്ക് ഒരു മഹാദുരന്തമുണ്ടാകുമെന്നായിരുന്നു ജാപ്പനീസ് ബാബ വാംഗയുടെ പ്രവചനം. ഇത് കേട്ടപ്പോൾ ജപ്പാനിലെ ജനങ്ങൾ ഞെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 2025 ജൂലൈ 5 പുലർച്ചെ 4:18 ആ മഹാദുരന്തം സംഭവിക്കുക. ജപ്പാനിൽ ഒരു മഹാ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു പ്രവചനം. പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്ന് തന്നെ പറയാം. പക്ഷേ അപകടമുണ്ടായതാണെങ്കിൽ നമ്മളുടെ അമേരിക്കയിലാണ് ഉണ്ടായത്. അമേരിക്കയിലെ ടെക്സ്റ്റൈൽസിലാണ് ഇത് ഉണ്ടായത്. അവിടെ ഒരു മഹാപ്രളയമാണ് ഇതിന് സമാനമായി ഉണ്ടായത്. നമുക്കറിയാം, റിയോ സൽസഗി ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2011 സുനാമിയും പിന്നെ ഇന്ത്യയിലും മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ ഉണ്ടായ കോവിഡ് എല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. അവ ഇപ്രാവശ്യം ശരിയാകുമെന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അപ്പോൾ ദുരന്തമൊന്നും ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ബാബ വാംഗയുടെ അഭിപ്രായത്തിൽ അതുപോലെ ചൈനയുടെ ഫിലിപ്പൈൻ്റെ കടിയിൽ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് വൻ ഭൂകമ്പം ഉണ്ടാകും, അതിൻ്റെ ഭാഗമായിട്ടാണ് സുനാമി ഉണ്ടാകുക എന്നായിരുന്നു ജനങ്ങളുടെ ഒരു നിരീക്ഷണം. പക്ഷെ ഇതെല്ലാം അസ്ഥാനത്താക്കി ഇതെല്ലാം പാളിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. ഒന്നും മനുഷ്യന് പറയാൻ സാധിക്കില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. പക്ഷേ ദുരന്തങ്ങൾ ഉണ്ടായാൽ ഇപ്പോൾ ജപ്പാനിലെ സുനാമി നമുക്കറിയാം, 400 കിലോമീറ്ററോളം അത് സഞ്ചരിക്കുകയുണ്ടായി. ഒരുപാട് ജനങ്ങൾ അതുമൂലം മരണപ്പെടുകയും ഉണ്ടായി. കേരളത്തിലൊരു സുനാമി ഉണ്ടായാൽ എന്താണ് അവസ്ഥ നമുക്കറിയാം. കാരണം നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ അറബിക്കടലിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം, കൊച്ചു സംസ്ഥാനമാണ്. കേരളത്തിലെ ഒരു ചെറിയ സുനാമി പോലും അത് നേരിട്ടല്ലാതെയും എല്ലാവരെയും ബാധിക്കും. 400 കിലോമീറ്ററൊക്കെ സുനാമി ഉണ്ടായാൽ പിന്നെ കേരളം പോലും ഈ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സുനാമി അതുപോലെ തന്നെ ഭൂകമ്പം ഒന്നും ഈ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.